അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ ഒരു വിശ്വാസിക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിന് പല കാരണങ്ങളും വിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ ഹജ്ജ്, ബലിപെരുന്നാൾ, അറഫ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധമായ ഹജ്ജിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആരംഭവും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആ വിശുദ്ധമായ ഹജ്ജ് ചെയ്യുമ്പോൾ, അതുപോലെ ഉംറ ചെയ്യുമ്പോഴൊക്കെ ത്വവാഫ് വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ്. ആ ത്വവാഫ് ചെയ്യാൻ ആരംഭിക്കുന്നത് തന്നെ പലപ്പോഴും ഹജറുൽ അസ്വദ് എന്ന ശിലയെ മുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൊട്ടുമുത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ്. സ്വർഗത്തിൽ നിന്ന് വന്നതാണ് ഈ കല്ല് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്ത മുഴുവൻ നബിമാരും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ എല്ലാവരും ആ കല്ലിനെ ചുംബിക്കുകയും തൊട്ടുമുത്തുകയും അർഹമായ പരിഗണനയും മഹാത്മ്യവും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കല്ലാണ്, ഒരു ശിലയാണ് ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ജാഹിലിയ്യ കാലത്ത് പോലും ഈ ഹജറുൽ അസ്വദിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്ന രംഗം, ആ പുനർനിർമ്മാണം നടക്കുന്ന രംഗത്ത് ആ സമയത്ത് അവിടെയുണ്ടായൊരു ചർച്ച നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ഹജറുൽ അസ്വദ് അതിലേക്ക് എടുത്തു വെക്കേണ്ടത് എന്ന ഒരു ചർച്ചയായിരുന്നു അത്. കാരണം അതിന് പ്രാധാന്യമുണ്ട് എന്നത് നമുക്ക് വീണ്ടും മനസ്സിലാവുകയാണ്. ആരു അത് പ്രതിഷ്ഠിക്കണം എന്നതിനെക്കുറിച്ച് തർക്കം നടക്കുകയും അവസാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന 35-കാരൻ ആ കാലത്ത് അതിനർഹമായ പരിഹാരം നിർണയിച്ചു കൊടുത്ത് ഓരോ വിഭാഗം കുടുംബഗോത്രക്കാരുടെയും തലവന്മാർ എല്ലാവരും കൂടി അതിൻ്റെ ആ കല്ല് ഒരു നിശ്ചിതമായ വസ്തുവിൽ വെക്കുകയും അവരെല്ലാവരും അത് പിടിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഹജറുൽ അസ്വദിന് എക്കാലത്തും ആളുകൾ വലിയ പരിഗണനയും മഹാത്മ്യവും നൽകിയിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. പ്രകാശിക്കുന്ന ഒരു കല്ലാണ് ഹജറുൽ അസ്വദ്, അങ്ങനെയായിരുന്നു എന്നതാണ്. കാരണം ഈ പ്രകാശം എന്നും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഖാമു ഇബ്രാഹീമും അതുപോലെ ഹജറുൽ അസ്വദും സ്വർഗത്തിൽ നിന്നുള്ള കല്ലുകളാണ്. അള്ളാഹു അതിൻ്റെ പ്രകാശം ഇല്ലാതെയാക്കി ആ പ്രകാശം നിലനിൽക്കുകയാണെങ്കിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും പ്രകാശിപ്പിക്കുമായിരുന്നു എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള കല്ലാണ്, ശിലയാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. മാത്രമല്ല അന്ത്യനാളിൽ ഈ ഹജറുൽ അസ്വദിനെ ചുംബിച്ചവർക്ക് നാളെ ഈ ഹജറുൽ അസ്വദിനെ കൊണ്ടുവരപ്പെടുകയും അങ്ങനെ അത് അവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഹജറുൽ അസ്വദ്. പാപങ്ങളെ നശിപ്പിക്കുവാനാണ് ഈ ഹജറുൽ അസ്വദ്. ഒരു കാലത്ത് നല്ല വെളുത്ത കല്ലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നീട് ചുംബിക്കുകയും തൊട്ടുമുത്തുകയും ചെയ്ത മനുഷ്യരുടെ പാപങ്ങളെ മുഴുവനും പേറിയതുകൊണ്ട് അതിൻ്റെ നിറം മാറി എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏറെ പ്രാധാന്യമുള്ള ഈ ഹജറുൽ അസ്വദ് ഈ ദുൽഹിജ്ജ മാസത്തിലെ പരിശുദ്ധമായ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ മഹത്തായ ദിനരാത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തുകളും ചെയ്യാനും അതുപോലെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ അനുബന്ധ കർമ്മങ്ങൾ ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് അല്പം മാത്രം സൂചന നൽകി അവസാനിപ്പിക്കുന്നു. കൂടുതൽ പഠിക്കാൻ നമ്മളൊക്കെ ശ്രമം കണ്ടെത്തുക. അല്ലാഹു തആല തുണ നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.